ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങോട്ട് നോക്കുന്നത് ഇവിടെ കണ്ണാടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ യുദ്ധഭൂമിയിൽ ആരാണ് ഈ പുതിയ ഭടൻ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഐ എം ഡോക്ടർ ദേവിക. ഞാൻ വെരി ന്യൂ ടു കോണ്ടന്റ് ക്രിയേഷൻ. ഓക്കെ, കോണ്ടന്റ് ക്രിയേഷൻ എൻ്റെ ഒരു വളരെ നാളത്തെ ഡ്രീം ആയിരുന്നു. ലൈക്ക് ഒരു 4-5 വർഷം മുന്നേ തൊട്ട്. ആക്ച്വലി ഐ സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ ഡ്യൂറിങ് ദ കോവിഡ് ടൈം, ഡ്യൂറിങ് ദ ഫസ്റ്റ് വേവ് ഓഫ് കോവിഡ്. ആൻഡ് പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പം അത് നിർത്തി. സോ യാ, അപ്പം ഔട്ട് ഓഫ് ലൈക്ക് ഒരു റാൻഡം ഈവനിങ്ങിൽ എനിക്ക് തോന്നി, റാൻഡം ഈവനിങ് അല്ല ആക്ച്വലി ഇന്നലെ എനിക്ക് തോന്നിയത്, വൈ നോട്ട്, ലൈക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ട് നമ്മൾ ഫെയിൽ ആയാൽ ഓക്കെ, പക്ഷെ ട്രൈ ചെയ്യാണ്ട് നമ്മൾ അതിനകത്തിൽ പിന്നെ ലൈക്ക് ഐ മൈറ്റ് റിഗ്രറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ലൈക്ക് എനിക്കൊരു 10-30 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ഐ മൈറ്റ് റിഗ്രറ്റ് ദറ്റ് വൈ ഡിഡ്ന്റ് ഐ, ഒരു ചാൻസ് കൊടുക്കാമായിരുന്നല്ലോ. ഓക്കെ, സോ വട്ടെവർ, അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ സംസാരിക്കും. ഇഫ് ഐ എം ഗെയിനിങ് ഒരു 100K ഫോളോവേഴ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 50K ഫോളോവേഴ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ, നമുക്കപ്പം വിശദമായിട്ട് കാര്യങ്ങൾ ഞാൻ ആരാ എന്താ ഒരു Q&A ഒക്കെ നടത്താം. Manifesting. Okay. Anyways, I was doing my morning skincare routine. അപ്പം ഞാൻ വിചാരിച്ചു നല്ല ഫ്രഷ് കണ്ടന്റ് ആയതുകൊണ്ട് ഐ തോട്ട് ഓഫ് ഡൂയിങ് ദാറ്റ് ടുഡേ. എൻ്റെ വോയിസ് ഒക്കെ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഹൗ ഐ എം ഗോൺ ലുക്ക്, ഞാൻ അതായത് കൂടുതലൊന്നും ചെയ്യുന്നില്ല, ബിക്കോസ് ഐ ജസ്റ്റ് വോണ്ട് ടു ബി റോ ആൻഡ് റിയൽ ഹിയർ. ഓക്കെ, സോ ഞാൻ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തുകൊണ്ടിരിക്കും മീൻസ് ഐ ജസ്റ്റ് വാഷ് മൈ ഫേസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ എന്താ സ്കിൻ കെയറിൽ ചെയ്യുന്നതെന്ന്. എനിക്കങ്ങനെ വളരെ ഫാൻസി പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല ഞാൻ. ഐ യൂസ് ടു ബി ദാറ്റ് പേഴ്സൺ. ഒരു 8 to 9 months മുന്നേ വരെ ഐ യൂസ് ടു ഹാവ് എ വെരി ഫാൻസി മോർണിംഗ് സ്കിൻ, ലൈക്ക് you won't believe if I have photos of that, I will show you. Like എനിക്കൊരു കൊറിയൻ സ്കിൻ കെയർ റേഞ്ചും ഒരു ഇന്ത്യൻ സ്കിൻ കെയർ റേഞ്ചും ഉണ്ടായിരുന്നു. ലൈക്ക് കൊറിയൻ സ്കിൻ കെയർ റേഞ്ച് ഇസ് ലൈക്ക് ഓൺലി കൊറിയൻ പ്രൊഡക്ട്സ് ലൈക്ക് ദ സ്നെയിൽ മ്യൂസിൻ, പിന്നെ അവരുടെ ബ്യൂട്ടി ഓഫ് ജോസാൻ്റെ സീറം, അവരുടെ തന്നെ ലിപ് ബാം, ഐ ക്രീം, എല്ലാം കൊറിയൻ പ്രൊഡക്ട്സും. അറ്റ് ദ സെയിം ടൈം എനിക്ക് ഇന്ത്യൻ ബിൽഡ് ബ്രാൻഡ്സിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ബിൽഡ് ബ്രാൻഡ്സിൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫോറസ്റ്റ് എസെൻഷ്യലും കാമ ആയുർവേദയുമാണ്. ഐ എം നോട്ട് മെൻഷനിങ് എനി അതർ ബ്രാൻഡ്സ്. ഞാൻ അതൊന്നും വേറെ ഒന്നും അല്ല ഉപയോഗിച്ചത്. ഈ കാമ ആയുർവേദയുടെയും ഫോറസ്റ്റ് എസെൻഷ്യലിൻ്റെയും ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. ആൻഡ് ലൈക്ക് ഐ വാസ് വെരി മച്ച് ലൈക്ക് ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്നെ വാങ്ങിച്ച് കൂട്ടുന്ന ആളായതുകൊണ്ട് ഞാൻ ഇപ്പം ഇന്ന് എനിക്ക് കൊറിയൻ സ്കിൻ കെയർ ചെയ്യണം തോന്നിയാൽ ഐ വിൽ ഡു കൊറിയൻ സ്കിൻ കെയർ ടുഡേ. ആൻഡ് നാളെ ചിലപ്പം എനിക്ക് ഇന്ത്യൻ സ്കിൻ കെയർ ആണ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ഐ വിൽ ഡു ഇന്ത്യൻ സ്കിൻ കെയർ റൂട്ടീൻ. സോ ഞാൻ പറയുന്നത് ഇതൊന്നും ആരും ട്രൈ ചെയ്യരുത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും, ബിക്കോസ് യു ഹാവ് ടു ബി കൺസിസ്റ്റൻറ്റ് വിത്ത് വാട്ട് എവർ പ്രൊഡക്ട്സ് യു ആർ യൂസിങ്. അറ്റ്ലീസ്റ്റ് നമ്മളൊരു 4 to 6 months ഉപയോഗിച്ചാൽ ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും ആയാലും ഗുണം നിങ്ങളിലേക്ക് വരുന്നുണ്ടോ ഇല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ആഡിലൊക്കെ വന്ന് പറയുന്ന പോലെ ഗ്ലോയിങ് സ്കിൻ ഇൻ 3 days ഒന്നും നടക്കില്ല ഗൈസ്. ഞാൻ സത്യമായിട്ട് പറയാം, ഒന്നും നടക്കത്തൊന്നുമില്ല. അതൊരു തപസ് പോലെയാണ്. യു ഹാവ് ടു ബി വെരി കൺസിസ്റ്റന്റ്, ദെൻ ഓൺലി യു വിൽ ഗെറ്റ് ദ വരം, ദാറ്റ് ഈസ് ദ റിസൾട്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് മൈ സ്കിൻ കെയർ റൂട്ടീൻ. ദാറ്റ് ഇസ് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഈവനിങ് സ്കിൻ കെയർ റൂട്ടീൻ വേറെയാണെന്ന്. അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. കറൻ്റ്ലി വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഐ ക്രീം മാത്രം ഞാൻ രാത്രിയിൽ ഇടാറുണ്ട്. ആൻഡ് അത് ഞാൻ പറയാം. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഇഫ് ഞാൻ നോർമൽ ഡേയ്സിൽ ഞാൻ ഫേസ് വാഷ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ബട്ട് ഇഫ് ഐ ഹാവ് സം ഫങ്ഷൻ, എന്തെങ്കിലും ഫങ്ഷന് പോകണം, അല്ലെങ്കിൽ തലേദിവസം രാത്രിയിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ ഇഫ് ഐ എം ഒത്തിരി ട്രാവലൊക്കെ ചെയ്തിട്ട് വന്ന ദിവസമാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഐ വിൽ ഡു ഡബിൾ ക്ലെൻസ്, അല്ലെങ്കിൽ ഫേസ് വാഷ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. സോ ദ ഫേസ് വാഷ് ദാറ്റ് ഐ എം യൂസിങ് ഇസ് ഇതിൻ്റെ ഫേവറേറ്റ് ഫേസ് വാഷാണ്. നിങ്ങൾ കണ്ണും പൂട്ടി വാങ്ങിച്ചോ,
ഞാൻ പറ്റുവാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് അടിപൊളി ഫേസ് വാഷാണ്. ദിസ് ഈസ് ഫ്രം ഫേസ് ഷോപ്പ്. ഇത് ഫേസ് ഷോപ്പിൻ്റെ റൈസ് വാട്ടർ ബ്രൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഫേസ് വാഷാണ് ഗൈസ്. ഇത് അടിപൊളിയാണ്. അടിപൊളി മീൻസ് അടിപൊളിയാണ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പെയ്ഡ് പ്രൊമോഷൻ തരാൻ എനിക്ക് ഫോളോവേഴ്സ് ഇല്ല, പക്ഷേ ഇത് അടിപൊളിയാണ് ഗൈസ്. ഇഫ് ദിസ് ബ്രാൻഡ് is approaching to me to promote their brand or promote this products, I will do it for free. Even if I'm having 1 million followers in the future, I'm going to promote this for free. ഇത് അടിപൊളിയാണ് ഗൈസ്. ഇത് നൈക്കിൽ അവൈലബിൾ ആണ്, ഇത് ടിറയിൽ അവൈലബിൾ ആണ്, ഇത് ആജിയോയിൽ അവൈലബിൾ ആണ്, മിന്ത്രയിലും അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഐ ബോട്ട് ദിസ് ഫ്രം ആജിയോയുടെ ഒരു ബിഗ് ബില്യൺ അങ്ങനെ എന്തോ ഒരു സെയിൽ, ബിഗ് ബാക്ക് സെയിലോ അങ്ങനെ എന്തോ ഒരു സെയിലിൽ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് ഇസ് സംതിങ് 900 rupees, ബട്ട് ഐ ഗോട്ട് ഇറ്റ് ഫോർ അറൌണ്ട് 520 or 30. അത്രയും രൂപയ്ക്ക് എനിക്ക് കിട്ടിയതാണ് ഫ്രം ആജിയോ. ആജിയോയ്ക്ക് നല്ല ഡീലൊക്കെ ഉണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇത് അടിപൊളിയാണ് ഗൈസ്. ആൻഡ് ഇത് ഞാൻ യൂഷ്വലി ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. ഡേയും നൈറ്റും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ ഫേസ് വാഷ് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇഫ് ഐ എം ഹാവിങ് ടു ഡു എ ഡബിൾ ക്ലെൻസ് സിറ്റുവേഷൻ, ലൈക്ക് മേക്കപ്പ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തലേ ദിവസം ട്രാവൽ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഐ വിൽ ഗോ ഫോർ ഡബിൾ ക്ലെൻസ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് തിങ്, ഞാൻ ഈ ഫേസ് വാഷ് ഇടുന്നതിന് മുമ്പേ ഐ വിൽ യൂസ് ദിസ് ക്ലിനിക്കിൻ്റെ ടേക്ക് ഓഫ് അല്ല ടേക്ക് ദ ഡേ ഓഫ് എന്ന് പറഞ്ഞ ഒരു ക്ലെൻസിങ് ബാം ആണിത്. ഓക്കെ ഗൈസ്, ഇതും കിഡു പ്രൊഡക്റ്റാണ്. കുറച്ച് ഹയർ എൻഡ് ആണ്. ലൈക്ക് ഐ തിങ്ക് ഇറ്റ്സ് ഫോർ സം 3,000 or 4,000 rupees, ലൈക്ക് മോർ ദാൻ 3,500 ആണ് എന്തായാലും. ഇത് കിഡു പ്രൊഡക്റ്റാണ്, ഇടിവിട്ട് പ്രൊഡക്റ്റാണ് ഇത്. നിങ്ങളൊരു ഫുൾ കവറേജ് ആയിട്ടൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കുവാണെങ്കിലും, ഫുൾ മേക്കപ്പ് ഇട്ടിട്ടിരിക്കുവാണെങ്കിലും ഇഫ് യു ആർ യൂസിങ് ദിസ് നോ, നിങ്ങൾക്ക് ഫീൽ ചെയ്യും ലൈക്ക് എവറി ഡേർട്ട് നിങ്ങളുടെ മുഖത്തുനിന്ന് പോയിട്ടുണ്ട് എന്നുള്ളത്. യു വിൽ ഗെറ്റ് ദറ്റ് ഫീൽ. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇതിടും, പിന്നെ ഐ വിൽ ഡു ഫേസ് വാഷ്. ഇതാണ് ഞാൻ ഡബിൾ ക്ലെൻസ് ചെയ്യുന്ന ദിവസങ്ങളിൽ യൂഷ്വലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫേസ് വാഷ് മാത്രം. ആൻഡ് നെക്സ്റ്റ് തിങ് ടോണർ. ഓക്കെ, ടോണർ വരുമ്പോഴത്തേക്കും ഇതാണ് എൻ്റെ ടോണർ. ഇത് ഭയങ്കര വൈറലായിട്ടുള്ള ടോണറാണ്. ടോണി മോളിയുടെ മോച്ചി സെറാമൈഡ് മോച്ചി ടോണർ. ഇത് 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്, 500 ml ബോട്ടിലാണ്. ആൻഡ് ദ പ്രൈസ് ഇസ് അറൌണ്ട് 1,500 അങ്ങോട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഐ ബോട്ട് ഇറ്റ് ഫ്രം നൈക്ക. ഇത് ലൈക്ക് ഇതിൻ്റെ എക്സ്പയറി നോക്കട്ടെ, ഒരു മിനിറ്റ് ഗൈസ്. ഇതിൻ്റെ എക്സ്പയറി ഈസ് ഓഗസ്റ്റ് 2027. ഓക്കെ, ഞാനിത് എന്നാ വാങ്ങിച്ചെന്നറിയാമോ? ഈ ബോട്ടിൽ ഞാൻ വാങ്ങിക്കുന്നത് ഫസ്റ്റ് ടൈം ഞാൻ ഓർഡർ ചെയ്ത് വന്നിട്ട് ഞാനിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് ഇസ് ഓൺ November 2024. ഡേറ്റ് ഈസ് 24th November 2024 ഞാൻ ഇത് പൊട്ടിക്കുന്നത്. ഫസ്റ്റ് ടൈം ഞാനത് യൂസ് ചെയ്തത്. ഞാൻ എത്ര കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ കാരണം മീൻസ് അന്നായിരുന്നു എൻ്റെ പെണ്ണ് കാണൽ നടന്നിരുന്നത്. അപ്പം അന്ന് ഞാൻ ഫസ്റ്റ് ടൈം ഞാനത് യൂസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നത്. ആൻഡ് സ്റ്റിൽ സി ഇത്രയും ബാക്കിയുണ്ട്. ഇറ്റ്സ് മോർ ദാൻ എ ഇയർ ആൻഡ് ഇപ്പം ഇത്രയും ബാക്കിയുണ്ട്. ബിക്കോസ് ഇത് നിങ്ങൾക്ക് 1,500 രൂപ കൂടെ നിങ്ങൾ വാങ്ങിക്കുന്നത് ഇത് നിങ്ങൾക്ക് മോർ ദാൻ ഒരു 10 months ഒക്കെ എന്തായാലും ഇത് നിങ്ങൾക്ക് നിൽക്കും. ഇത് സ്പ്രേയിങ് സംഭവമല്ല, ഇതിങ്ങനെ സ്പ്രേ അടിക്കുന്ന പോലെ അല്ല, ഇതിങ്ങനെ ഒഴിക്കുന്ന പോലെ. അപ്പം ഞാൻ എങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ എല്ലാ ബോട്ടിലില്ല, അത് എൻ്റെ വീട്ടിൽ വെച്ച് മറന്നുപോയി. ഞാനിപ്പം ഫ്ലാറ്റിലാണ്. ഇത് ഞാൻ ഒരു സ്പ്രേയിങ് ബോട്ടിലോട്ട് മാറ്റും, കുറച്ചൊഴിക്കും, എന്നിട്ട് അതാണ് ഞാൻ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കലാണ് ചെയ്യുന്നത്. ഇപ്പം 2 ദിവസമായിട്ട് ഐ ഡയറക്ട്ലി പുട്ട് ഇറ്റ് ഓൺ മൈ ഫേസ് ആൻഡ് ഐ മസാജ് ഇറ്റ് ഓവർ. അങ്ങനെയാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത്. പക്ഷെ ഇത് കിഡ് പ്രൊഡക്റ്റാണ്. സോ ദിസ് ഈസ് ഫ്രം ടോണി മോളി. ഇത് നൈക്കിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓഫറൊക്കെ റൺ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാം. എനിക്ക് തോന്നുന്നു മിന്ത്രയിലും ഒക്കെ അവൈലബിൾ ആണ്. കുറച്ചും കൂടെ ലെസ് പ്രൈസ് നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് കമ്മിങ് ടു ദ സീറം.
ഞാനൊരു 2 months മുന്നേ വരെ ഐ വാസ് യൂസിങ് ബ്യൂട്ടി ഓഫ് ജോസാൻ്റെ ഗ്ലോ സിറം എന്ന് പറഞ്ഞ സിറമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നല്ല സിറമാണ് കേട്ടോ. അത് ഞാൻ ഒന്ന് മോശം, എനിക്ക് ഒരു മോശം തോന്നിയിട്ടില്ല. ഇറ്റ് വാസ് അടിപൊളി സിറം. നല്ല ഹൈഡ്രേറ്റിംഗ് ഒക്കെ ആക്കും ആ സിറം. അപ്പം ഞാനൊരു ഇൻസ്റ്റഗ്രാം ആഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വിൽവയുടെ മിൽക്ക് ഡ്രോപ്പ് സിറം, ഇത് ഞാൻ ഫ്രണ്ട് ക്യാമിൽ വെക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ റിവേഴ്സ് ആയിട്ട് കാണുന്നത്. ഐ എം വെരി സോറി, പക്ഷേ ക്ഷമിക്കണേ. ഇത് വിൽവയുടെ മിൽക്ക് ഡ്രോപ്പ് ബ്രൈറ്റനിങ് സിറം എന്ന് പറഞ്ഞ ഒരു സിറമാണ്. ഇത് കിടുവാണ് കേട്ടോ. ഇതിന് ഒത്തിരി പോസിറ്റീവ് റിവ്യൂസ് കണ്ടിട്ട് കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വിത്തൗട്ട് പ്രൊമോഷൻ, പ്രൊമോഷൻ അല്ലാണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് അടിപൊളി സിറമാണ്. ഇതിന് അറൌണ്ട് 600 rupees എങ്ങാണ്ടാണ് റേറ്റ് വരുന്നത്. ഇത് നല്ല അടിപൊളി സിറമാണ് ഗൈസ്. ഇത് നല്ല, നിങ്ങൾക്ക് റിയലി യു ക്യാൻ സീ സം ചേഞ്ച് ഇൻ യുവർ ഫേസ്. ഒരു 3-4 ആഴ്ചയ്ക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചേഞ്ച് കാണാൻ പറ്റും. അപ്പം ഇതാണ് ദ സിറം ഐ എം യൂസിങ്. ഓക്കെ, നൗ കമ്മിങ് ടു ദ മോയ്സ്ചറൈസർ. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മോയ്സ്ചറൈസർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു സംഭവം ഈസ് സ്നെയിൽ മ്യൂസിനായിരുന്നു. കോസറെക്സിന്റെ സ്നെയിൽ മ്യൂസിനാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു 1 to 2 weeks മുന്നേ വരെ. ബട്ട് എൻ്റെ അത് തീർന്നപ്പം ഞാൻ ഈ പോൺസിന്റെ ഈ ഒരു ഹൈഡ്രാ മിറാക്കിൾ സൂപ്പർ ലൈറ്റ് ജെൽ വാങ്ങിച്ചു. വൈ? ബിക്കോസ് ഞാൻ ഒരു 3-4 years മുന്നെയാണ്, എക്സാക്ട്ലി ഒരു 4 years, ഞാനൊരു 3rd year പഠിക്കുന്ന സമയത്താണ് ഞാനൊരു സ്കിൻ കെയർ റുട്ടീനൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ സ്കിൻ കെയർ റുട്ടീൻ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോയ്സ്ചറൈസർ വാസ് ദിസ് പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ. അപ്പം ഈ ചെറിയ ഡബ്ബയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ബിക്കോസ് എൻ്റെ പൈസ ഇല്ലായിരുന്നു. അപ്പം ഇത് ലൈക്ക് അടിപൊളി മോയ്സ്ചറൈസർ ആണ്, ഒത്തിരി നല്ല മോയ്സ്ചറൈസർ ആണ്. നിങ്ങൾക്ക് ഒരു ഓയിലി സ്കിൻ പേഴ്സൺ ആണെങ്കിൽ ദിസ് ഈസ് ദ വൺ ഫോർ യു. ഓക്കെ, നേരെ ഒത്തിരി മോയ്സ്ചറൈസർ ഉണ്ട്, പക്ഷെ ഇത് അത്ര പ്രൈസി അല്ല. ലൈക്ക് ഇത് 300 ml ബോട്ടിലാണ്. ആൻഡ് ദ പ്രൈസ് ഇസ് ലൈക്ക് ഐ ഡോണ്ട് നോ, മേബി ഓക്കെ, ഇത് 300 ml ബോട്ടിലാണ്. ആൻഡ് ദ പ്രൈസ് ഇസ് 830 rupees ഓൺലി. ആൻഡ് ഇത് നമുക്ക് എപ്പോഴും ഓഫറിലായിരിക്കും. ഞാനിത് 830 rupees അല്ല വാങ്ങിച്ചത്. ഐ ബോട്ട് ഇറ്റ് ഫോർ സം 500 or 600 സംതിങ്, മേ ബി ലെസ് ദാൻ ദാറ്റ്, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇത് അടിപൊളി മോയ്സ്ചറൈസറാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു കോസറെക്സിന്റെ ട്രെൻഡ് വന്ന സമയത്താണ് ഞാൻ കോസറെക്സ് വാങ്ങിച്ചത്. ആൻഡ് ഒരു സിംഗിൾ ബോട്ടിലേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കോസറെക്സിന്റെ. ആൻഡ് അല്ല സോറി, 2 ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം സെക്കൻഡ് ബോട്ടിലും എൻ്റെ തീർന്നപ്പം ഐ തോട്ട് ഓക്കെ, എനിക്കൊരു നൊസ്റ്റു അടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്കിത് പിന്നെയും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ദിസ് ഈസ് ദ മോയ്സ്ചറൈസർ ഐ എം യൂസിങ് കറന്റ്ലി. ഓക്കെ, പിന്നെ ഇത്രയും കഴിഞ്ഞല്ലോ. സോ ദിസ് ഈസ് ദ മോയ്സ്ചറൈസർ വരെ. പിന്നെ സൺസ്ക്രീൻ ഈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സൺസ്ക്രീൻ. സോ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഈസ് ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു വൈറ്റമിൻ C+E സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇഫ് ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുവാണെങ്കിൽ, ഓക്കെ, ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുന്ന സമയമാണെങ്കിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്യൂട്ടി ഓഫ് ജോസാൻ്റെ സൺസ്ക്രീൻ ആണ്. പക്ഷെ ആക്ച്വലി അത് അടിപൊളി സൺസ്ക്രീൻ ആണ്, നല്ല എഫക്റ്റീവാണ്. പക്ഷേ ദ തിങ് ഈസ്, നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ അത്രയും, എൻ്റെ ഓയിലി സ്കിൻ, എനിക്ക് ഈ ടീസോണൊക്കെ പെട്ടെന്ന് ഓയിലി ആവും. ഓയിലി സ്കിൻ ആണെങ്കിൽ അത്ര ഒരു അടിപൊളി സാധനം അല്ല ഈ ബ്യൂട്ടി ഓഫ് ജോസാൻ്റെ ആ ഒരു സൺസ്ക്രീൻ. ഇപ്പം എൻ്റെ കയ്യിലില്ല, അത് അപ്പുറത്തിരിക്കുക. ഓക്കെ, ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ, ദിസ് വൺ. ഓക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് ദിസ് വൺ. ഇത് ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് മേക്കപ്പ് ഇടുന്നുണ്ടെങ്കിൽ മേക്കപ്പിൻ്റെ അടിയിൽ ഇടുന്ന സാധനമാണ് ഇത്. അപ്പം ഇത് നല്ലതാണ്, പക്ഷെ ആക്ച്വലി ഇതിനെക്കാട്ടിലും നല്ലതാണ്. കുറച്ച് പ്രൈസിയാണ്. ഇത് 1500 or 1800 എന്തോ ആണ്. പക്ഷെ ഓയിലി സ്കിന്നുകാർക്ക് അത്രയും ഒരു എനിക്കിഷ്ടമാണ് കേസ്, അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. അടിപൊളിയാണ്, പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഒരു ഓയിലി ആക്കും അത്.
അല്ലെങ്കിൽ ഇതാണ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എപ്പോഴും ഉപയോഗിക്കുക. അല്ലെങ്കിൽ മേക്കപ്പ് ഇടുന്നില്ല, ജസ്റ്റ് കാഷ്വൽ ഔട്ടിംഗ് ആണെങ്കിൽ ഇതാണ് ഉപയോഗിക്കുന്നത്. അല്ല മേക്കപ്പ് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. ദിസ് ഇസ് ഫ്രം ദ ബ്യൂട്ടി ഓഫ് ജോസാൻ. ഇവരുടെ SPF 50++ ഒക്കെ ഉള്ള സൺസ്ക്രീൻ ആണ്. ഓക്കെ, സോ അതാണ് സൺസ്ക്രീൻ വരെ വരുന്നത്. പിന്നെ നെക്സ്റ്റ് തിങ് കൂടിപ്പോയോ ഗൈസ്? ഓക്കെ, പിന്നെ ഞാൻ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ, ഇപ്പം പുറത്ത് പോകുന്നില്ല, ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുവാണെങ്കിൽ ഞാൻ ഇതും കൂടെ യൂസ് ചെയ്യാറുണ്ട്. ദിസ് ഈസ് ഫ്രം ദ ബ്രാൻഡ് കോൾഡ് ഓർഡിനറി. ഇത് ഓർഡിനറിയുടെ മൾട്ടി പെപ്റ്റൈഡ് ലാഷ് ആൻഡ് ബ്രോ സിറമാണ്. ഇത് ലൈക്ക് ഇതൊരു ബ്ലൈൻഡ് ബൈ ആയിരുന്നു. ആക്ച്വലി ഇത് ഞാനായിട്ട് വാങ്ങിച്ചതല്ല. മൈ സിസ്റ്റർ ഇൻ ലോ എനിക്കിത് കൊണ്ടു തന്നതാണ് ഫ്രം ജർമ്മനി. ഇത് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്, ഇത് നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ഐലാഷും ഐബ്രോസും ഒക്കെ കുറച്ചും കൂടെ തിക്കൻഡ് ആക്കി വളർത്താൻ. ഇപ്പം നിങ്ങൾക്ക് ഐബ്രോസ് ഇല്ല, അല്ലെങ്കിൽ കുറച്ച് ഐബ്രോസേ ഉള്ളൂ, അല്ലെങ്കിൽ ഐലാഷ് കുറച്ചേ ഉള്ളെങ്കിലൊക്കെ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. ദിസ് ഇസ് ഫ്രം ദ ബ്രാൻഡ് കോൾഡ് ഓർഡിനറി. പക്ഷെ ജസ്റ്റ് 5 ml ഉള്ളൂ. 5 ml അറൌണ്ട് 1600 ആണ് റേറ്റ് നൈക്കയിൽ. സോ നിങ്ങൾക്ക് ഇത് വേണം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റർ ഓയിലും ഉപയോഗിക്കാം കേട്ടോ, ഫോർ ഹെൽത്തി ഐലാഷസ് ആൻഡ് ഐബ്രോസിനൊക്കെ വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് കാസ്റ്റർ ഓയിൽ ടു. പക്ഷെ ഇതും നല്ല അടിപൊളി സാധനമാണ്. ഇത് കുറച്ച് ഒരു ഫാൻസി സംഭവമാണ്. സോ ദിസ് ഇസ് ദ ഓർഡിനറി മൾട്ടി പെപ്റ്റൈഡ് ലാഷ് ആൻഡ് ബ്രോ സിറം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ദാറ്റ് ഈസ് ദ സിറം. പിന്നെ റിഗാർഡിങ് ദ ലിപ് ബാം. ലിപ് ബാം എനിക്ക് 2-3 ഓപ്ഷൻ ഉണ്ട് ലിപ് ബാമിന് വേണ്ടിയിട്ട്. ആക്ച്വലി 2-3 അല്ല, ഒരു കുറേ ഓപ്ഷൻസ് ഉണ്ട് ലിപ് ബാമിന്. പക്ഷേ നിങ്ങൾക്കൊരു കുറേ ഡാർക്ക് ലിപ്സ് ഉള്ള ആളാണ്, നിങ്ങൾക്ക് ലിപ്സ് ലൈറ്റൻ ചെയ്യിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെൻ്റെ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തതാണ്. ആക്ച്വലി നോട്ട് ഫോർ മീ ബട്ട് ഫോർ മൈ ഹസ്ബൻഡ്. പക്ഷെ ഇത് അടിപൊളിയായിട്ട്, ഇത് കിഡുമായിട്ട് വർക്ക് ചെയ്യും. ഇത് കിഡുമായിട്ട് വർക്ക് ചെയ്യും, ഞാൻ ഗ്യാരണ്ടി. ദിസ് ഇസ് കോൾഡ് മെലാലുമിൻ. ദിസ് ഇസ് മെലാലുമിൻ ലിപ് ലൈറ്റ്നർ. ഇതൊരു അടിപൊളി ലിപ് ബാമാണ്. കുറച്ചൊരു ഓഡ് ടേസ്റ്റ് ആണ്. ടേസ്റ്റ് അല്ല, ഐ മീൻ ഒരു ഓഡായിട്ടുള്ള ഒരു സ്മെൽ ആൻഡ് ടേസ്റ്റും ഉണ്ട് ഫോർ ദിസ്. പക്ഷെ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഒരു ചെറിയ കയ്പ് വരും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റിന്, പക്ഷെ ഇത് കിട്ടുമായിട്ട് വർക്ക് ചെയ്യും. ഐ തിങ്ക് കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇത് പ്രൊമോട്ട് ചെയ്തും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് ഡെർമറ്റോളജിസ്റ്റ്, എനിക്കല്ല, ഫോർ മൈ ഹസ്ബൻഡ് സജസ്റ്റ് ചെയ്തതാണ്. ഇത് മെലാലുമിൻ എന്ന് പറഞ്ഞിട്ട്. ഇത് നിങ്ങൾക്ക് ഡ്രഗ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്, മീൻസ് നോർമൽ ഫാർമസിയിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് നോക്കട്ടെ, റേറ്റ് എത്രയാണ്. ദിസ് ഇസ് ഫോർ 365 rupees. ഓക്കെ, 365 rupees. ഇതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപയോഗിക്കും, മേ ബി നൈറ്റ് ടൈം ഒക്കെ ഞാൻ ഉപയോഗിക്കും. പക്ഷെ ഇത് അടിപൊളിയുടെ വർക്ക് ചെയ്യും കേട്ടോ, ഞാനും ഉപയോഗിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പം അല്ല സോറി, അപ്പം അല്ലാത്തപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലിപ് ബാം എന്ന് പറയുന്നത് ഈ ഒരു വാടി എന്ന് പറഞ്ഞ, വാടി എന്നാണോ വാദി എന്നാണോ എനിക്കറിയില്ല, വാടി ഹെർബൽസിന്റെ ഒരു ലിപ് ബാം ആണ്. ഇത് നല്ല ലിപ് ബാം ആണ്, നല്ല നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ലിപ് ബാം ആണ്. ഇത് വളരെ ചീപ്പാണ്. ഇത് നൈക്കിയിൽ നിന്ന് റാൻഡംലി വാങ്ങിച്ചതാണ്. 90 രൂപയെ മറ്റോ ഉള്ളൂ ഇതിന്. ഐ തിങ്ക് ഇറ്റ്സ് ഫോർ 90 rupees ഓർ സംതിങ്. അടിപൊളി ലിപ് ബാം ആണ്. ഇത് ഞാൻ ഒരു ബോട്ടിൽ തീർത്തു. ലൈക്ക് അവരുടെ വേറെ ഫ്ലേവർ, സ്ട്രോബെറിയോ എന്തോ ഒരു ഫ്ലേവർ ഞാൻ മൊത്തം തീർത്തു. ഇതിപ്പം അവരുടെ സാഫ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെർഷനാണ്. ഇത് നല്ല ലിപ് ബാം ആണ്. ഇപ്പം നിങ്ങൾക്ക് വെറുതെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സമയത്ത് യു ക്യാൻ യൂസ് ദിസ്. ഇത് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. പിന്നെ ഇപ്പം ഈ നൈക്കയുടെ ഈ പിങ്ക് ഫ്രൈഡേ സെയിൽ വന്ന സമയത്ത് ഞാൻ ഒരു സാധനം വാങ്ങിച്ചു. ദിസ് ഈസ് ഫ്രം ഡോട്ട് ആൻഡ് കീ. ഓക്കെ, ഇത് ഡോട്ട് ആൻഡ് കീയുടെ മെൽറ്റി ലിപ് ബാം എന്ന് പറഞ്ഞൊരു ലിപ് ബാം ആണ്. ഇത് അടിപൊളിയാണ് ഗൈസ്. ഇതിൻ്റെ ടേസ്റ്റ് ലൈക്ക് നല്ലൊരു എന്താ പറയുക, എന്തോ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു കേക്കോ അല്ലെങ്കിൽ ഒരു പേസ്ട്രിയോ ഒക്കെ നമ്മുടെ ചുണ്ടിലിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ഇത് ഇങ്ങനെയാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് പോലെ നമ്മളിങ്ങനെ ചെയ്യണം. ആൻഡ് ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നല്ലതാണ് കേട്ടോ. ഇത് പാക്കേജിങ് ഒക്കെ കുറച്ച് ക്യൂട്ട് പാക്കേജിങ് ആണ്. ഇപ്പം ഇത് ഞാൻ ഒരു 3 ദിവസമായി കാണത്തേ ഉള്ളൂ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഷെയ്ഡും അടിപൊളിയാണ്. എനിക്ക് നല്ലോണം സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇത് അടിപൊളിയാണ്. അപ്പം ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇഫ് യു വോണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് എൻ്റെ സോറി, വൺ മോർ തിങ്.
അയ്യോ 1 second. ഇതുമുണ്ട്. ദിസ് ഈസ് ഫ്രം ദ ബ്രാൻഡ് കോൾഡ് ബി ബോഡി വൈസ്. ഇത് ബി ബോഡി വൈസിൻ്റെ ഹെയർ ഗ്രോത്ത് സിറം റോൾ ഓൺ ആണ്. ഇത് നമുക്ക് ഞാൻ വിഷ് കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സിറം ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഒത്തിരി ഇഷ്ടപ്പെട്ട സാധനമാണ് വിഷ് കെയറിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ബ്രാൻഡും കൂടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഫോർഗോട്ട് ദെയർ നെയിം. അത് എനിക്ക് വർക്കായി ബിക്കോസ് ഐ യൂസ്ഡ് ഇറ്റ് വിത്ത് ഹെയർ മറ്റേ മൈക്രോ നീഡ്ലിംഗ് പോലത്തെ സാധനം വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. ആൻഡ് ഇറ്റ് ആക്ച്വലി വർക്ക് ഫോർ മീ. പക്ഷേ അത് എൻ്റെ ഫ്രണ്ട്സിനൊന്നും വർക്കൗട്ട് ആയില്ല. പിന്നെ എൻ്റെ കല്യാണ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഐ സ്റ്റോപ്ഡ് യൂസിങ് ഓൾ ദ ഹെയർ ഗ്രോത്ത് സിറംസ് ആൻഡ് ഓൾ. ഇപ്പം കുറേ നാളായിട്ട് ഞാൻ ലൈക്ക് ഫോർ ദ ലാസ്റ്റ് 4 months ഐ എം നോട്ട് യൂസിങ് എനി കൈൻഡ് ഓഫ് ഹെയർ പ്രൊഡക്ട്സ് ഓർ എനിത്തിങ്. ജസ്റ്റ് ഷാമ്പു. ആക്ച്വലി ഞാൻ എണ്ണ ഇടാറില്ല. ഞാൻ എണ്ണ ഒട്ടും ഇടുന്ന ആളല്ല. ഞാൻ അങ്ങനെ ഹെയർ കെയർ ഇങ്ങനെ മുടിയോട് അങ്ങനെ ഭയങ്കര സ്നേഹമുള്ള ആളല്ല. എനിക്ക് മുടി ഇത്രയും തോള് കഴിഞ്ഞപ്പോൾ എനിക്ക് എപ്പോൾ തന്നെ വെട്ടിക്കളയണം. എനിക്ക് അങ്ങനത്തെ ഫീലിംഗ് ഒക്കെ ഉള്ള ആളാണ്. അപ്പം ഇത് ഞാൻ കുറേ ഇങ്ങനെ വൈറൽ പ്രൊഡക്റ്റാണിത്. ഇത് കുറച്ച് കൺവീനിയൻ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദിസ് ഇസ് ആക്ച്വലി ഇങ്ങനെ റോൾ ഓൺ ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ബിക്കോസ് കുറച്ച് കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാൻ. അപ്പം ഇതും ഞാൻ നൈക്കയുടെ പിങ്ക് ഫ്രൈഡേ സെയിലിൽ വാങ്ങിച്ചതാണ്. ഇപ്പം ഞാനിതൊരു 3 days കൊണ്ടിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. AM and PM എനിക്ക് തോന്നുന്നു 2 ദിവസം ആഴ്ച 2 ദിവസം കൊണ്ട് ഉപയോഗിച്ചാൽ മതിയെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ AM ഉം PM ഉം ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ. ഇപ്പം ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ സാധനമൊന്നും എടുത്തുകൊണ്ട് പോകാറില്ല. അപ്പം ഞാൻ ഈ ഒരു ഫോറസ്റ്റ് എസെൻഷ്യലിൻ്റെ ഫേഷ്യൽ മിസ്റ്റൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ, റാൻഡംലി ഒക്കെ. ഓക്കെ, വടവർ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ. AM സ്കിൻ കെയർ റുട്ടീൻ. PM വരുമ്പം എനിക്കൊരു ഐ ക്രീമും കൂടെ വരും. ദാറ്റ്സ് ഇറ്റ്. ഞാൻ വേറെ ഒന്നും കൂടുതൽ ഉപയോഗിക്കാറില്ല. ഈ സെയിം സാധനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കും. ബട്ട് ഐ ക്രീമും കൂടെ ഞാൻ ഉപയോഗിക്കും വെൻ ഇറ്റ് ഇസ് കമ്മിങ് ടു ദ PM. അപ്പം ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ്. നിങ്ങൾക്ക് എന്തിൻ്റെങ്കിലും ലിങ്കോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. Just go and check it out and yeah, bye.